എല്ലാ സജ്ജനങ്ങൾക്കും ആലിലക്കണ്ണനിലേക്ക് സ്വാഗതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം യാകുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രവൃതവീണാവരദണ്ഡമണ്ഡിതകരായ ശ്വേതപദ്മാസന യാ വാഗ്വിഭവപ്രദാ ത്രിനയനാ സൗഭാഗ്യസമ്പൽക്കരി സാംബാദു സരസ്വതി ഭഗവതി നിശേഷജാഠ്യാപഹാം. ഹരേ രാമ. നമ്മൾ വാൽമീകി വിരചിത രാമായണത്തിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തുകയാണ്. ആ തീർത്ഥയാത്രയുടെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ശ്രവിക്കാൻ പോകുന്നത്. രാമായണത്തിൽ പ്രധാനമായും രാമൻ്റെ അയനത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാമൻ്റെ ലീലകളെക്കുറിച്ച്, ചരിതങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും വിഭീഷണനും ബാലിയും സുഗ്രീവനും ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ രാമായണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഓരോ കഥാപാത്രങ്ങളും അവരുടേതായ പ്രവർത്തനങ്ങളും നമ്മുടെ ഇന്നത്തെ മാനുഷിക ജീവിതവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് അർത്ഥതലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് രാമായണത്തിൽ നിന്നും പഠിക്കാനായി ഉണ്ട്. വാൽമീകി മഹർഷി തപോധനൻ ഈ രാമായണം വിരചിക്കുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് തന്നെ ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്യുന്ന ആ മൂല്യങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിച്ചുകൊണ്ട് ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ രാമരാജ്യത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ അത് വിദൂരമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് തന്നെ രാമായണത്തിലെ വാൽമീകി രാമായണത്തിലേക്ക് നമ്മളൊരു തീർത്ഥയാത്ര നടത്തുകയാണ്. ഞാൻ ആരംഭിക്കട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വാൽമീകി എന്ന് പറയുന്ന മഹർഷിയുടെ പൂർവ്വചരിത്രവും വാൽമീകി എന്ന മഹർഷി എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും. എന്നാലും നമുക്കതിലേക്ക് ചെറിയൊരു എത്തിനോട്ടം നടത്താം. ഒരു വനഭൂമിയിൽ വരുന്ന എല്ലാ ആൾക്കാരോടും, അതുവരെ സഞ്ചരിക്കുന്ന എല്ലാ ആൾക്കാരിൽ നിന്നും പണവും മറ്റ് സാധനങ്ങളും പിടിച്ചു പറിച്ച് ജീവിച്ചിരുന്ന രത്നാകരൻ എന്ന ഒരു കാട്ടാളനായിട്ടാണ് നമ്മൾ വാൽമീകി മഹർഷിയുടെ ആദ്യ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നത്. എന്തുകൊണ്ട് വാൽമീകി മഹർഷി അങ്ങനെയായി എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് കിട്ടും. കാരണം കാട്ടാളനായി ജീവിക്കുന്ന സമയത്ത് കാട്ടിലുള്ള അതുവഴി കടന്നു പോകുന്ന സാധുജനങ്ങളെ ഉപദ്രവിക്കുകയും അവരിലുള്ള ഭിക്ഷ, മറ്റ് കാര്യങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയെല്ലാം മോഷ്ടിച്ചെടുക്കുക, എന്നിട്ട് ജീവസന്ധാരണം നടത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഇവരുടെ പ്രധാന തൊഴിൽ. അതുതന്നെയായിരുന്നു നമ്മുടെ വാൽമീകി മഹർഷിയുടെ പൂർവ്വ ആശ്രമത്തിൽ നമ്മൾ കാണുന്നത്. അതായത് രത്നാകരൻ എന്ന പേരുള്ള ഒരു കാട്ടാളനായി ജീവിതം നയിച്ചിരുന്ന വാൽമീകിയായി മാറുമ്പോൾ ഒരു ചിതൽപുറ്റിൽ നിന്നും രൂപം കൊണ്ട ഒരു സന്യാസി ശ്രേഷ്ഠനായി മാറുകയും ഭഗവാൻ ശ്രീരാമൻ്റെ ചരിത്രങ്ങൾ രചിക്കുന്നതിനുള്ള യോഗ്യതയുള്ള ഒരു മഹാമുനിയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചിന്തകളും നേട്ടങ്ങളും ഗുണങ്ങളും അവനിലുണ്ട്. പക്ഷെ അതിനെ നമ്മൾ തിരിച്ചറിയാൻ വൈകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നത്. നമ്മളെല്ലാവരും ഈശ്വരതുല്യരാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരിലും ആത്മാവ് എന്ന് പറയുന്ന പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നതാണ്. ഇപ്പം എല്ലാവരും ഈശ്വരരാണ്. പക്ഷേ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് അവർ ഈശ്വരനാണോ, ദേവഗണമാണോ, അസുരഗണമാണോ, മനുഷ്യഗണമാണോ എന്നൊക്കെ തിരിക്കപ്പെടുന്നത്.
ജ്യോതിഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഗണങ്ങളിലും ഒരു ജനിക്കുന്നതായിട്ട് നമ്മുടെ ജാതകമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ ഇതായി മാറിയെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു ഈശ്വരീയ ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. ശരി, നമുക്ക് ബാലകാണ്ഡത്തിലേക്ക് കടക്കാം. വാൽമീകി വിരചിതമായ ബാലകാണ്ഡം. വളരെ പണ്ട് രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ, അദ്ദേഹത്തെ സപ്തർഷികളെ ആക്രമിക്കാനായി കാട്ടാളൻ പോകുന്ന സമയത്ത് സപ്തർഷികൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് നീ വഴിയെ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ ആക്രമിച്ച് പിടിച്ചു പറിച്ച് ജീവിക്കുന്നത്? അപ്പം അദ്ദേഹം പറയുന്ന ഉത്തരം, ഞാൻ എൻ്റെ കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സപ്തർഷികൾ മറുചോദ്യം ചോദിക്കുന്നു, നീ ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിൻ്റെ കുടുംബത്തെ പുലർത്തുന്നു, പക്ഷേ ഇതിന് കിട്ടുന്ന പാപഭാരം നീ ചുമക്കുമോ അവരും കൂടി ഏറ്റെടുക്കുമോ? അപ്പോൾ ഈ രത്നാകരൻ പറയുന്നുണ്ട്, സപ്തർഷികളോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ പോയി വീട്ടിൽ ചോദിച്ചിട്ട് വരാം. ശരി, ആയിക്കോട്ടെ, നമ്മളിവിടെ തന്നെ ഉണ്ടാവും, പോയി ചോദിച്ചിട്ട് വരാൻ പറയുന്നു. അപ്പോൾ ഈ രത്നാകരൻ വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രാമായണത്തിലധികം കാണപ്പെടാത്തൊരു കഥാപാത്രമാണ് ഈ രത്നാകരൻ്റെ അല്ലെങ്കിൽ ഈ കാട്ടാളൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ തത്വജ്ഞാനത്തിൻ്റെ ഒരു മറുവശം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അവർ പറയുന്നുണ്ട്, താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കുന്നതേ വരൂ, മറ്റാരെങ്കിലും അത് ഭുജിക്കുമോ എന്നവർ ചോദിക്കുന്നുണ്ട്. അത് വലിയൊരു മാനസിക മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടമാണ് ആരിലുണ്ടാക്കുന്നത്, ഈ നമ്മുടെ രത്നാകരനിൽ ഉണ്ടാക്കുന്നു. രത്നാകരമെന്ന് സപ്തർഷികളോട് പറയുന്നു, അതേ മാമുനിമാരെ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ പറയുന്നു, താൻ ചെയ്യുന്നതിൻ്റെ ഫലം താൻ അനുഭവിക്കുന്നതേ വരൂ, അവരാരും ഇത് ഏറ്റെടുക്കില്ല. അപ്പം മുനിമാർ ചോദിക്കുന്നു, ഇപ്പോൾ രത്നാകര, നീ എന്തിനാണ് ഇങ്ങനെ സാധുക്കളെ പിടിച്ചു പറിച്ച് ജീവിക്കുന്നത്? ഇതുകൊണ്ട് ഇതിൻ്റെ കർമ്മഫലം അനുഭവിക്കേണ്ട നീ മാത്രമാണ്. നീ അവരെ പോറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ദുഷ്കർമ്മം ചെയ്യുന്നത്. പക്ഷെ അവരാരും ഇതിൻ്റെ ഫലം ഏറ്റെടുക്കില്ല, നീ തന്നെ ഇത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ രത്നാകരൻ മാമുനിമാരോട് പറയുന്നു, ഞാനതെല്ലാം ഉപേക്ഷിക്കാം, എനിക്ക് പക്ഷേ വേറൊന്നും അറിയില്ല, അധിക വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാൻ ഈ വനാന്തരത്തിൽ ഇങ്ങനെ ഏകനെ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ഭാര്യയും കുട്ടികളെയും മാറ്റി ഇങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിനെ ഒരു ഉപദേശം തരണമെന്ന് പറയുമ്പോൾ സപ്തർഷികൾ പറയുന്നു, ശ്രീരാമ മന്ത്രം നീ ജപിക്കുക, രാമരാമൻ ജപിക്കുക, അങ്ങനെ നിനക്ക് മുക്തിയിലേക്ക് എത്താം, അല്ലെങ്കിൽ അങ്ങനെ നിനക്കൊരു നല്ല മനുഷ്യനായി മാറാം എന്ന് പറയുന്നു. അപ്പോൾ രത്നാകരൻ മുനിമാരോട് വീണ്ടും പറയുന്നു, അല്ലയോ മാമുനിമാരെ, എനിക്ക് അത് പറയാൻ തന്നെ അറിയില്ല. കാരണം എനിക്കറിയാമെന്നുള്ള ഒരേ ഒരു കാര്യം, വഴിയെ പോണവരെ ഇങ്ങനെ ആക്രമിക്കുക, അവരിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുള്ളത് മാത്രമാണ്. എന്ത് ചെയ്യും? അപ്പോൾ മുനിമാർ പറയുന്നു, ശരി, 2 മരം ഉണ്ടല്ലോ, ആ മരങ്ങൾക്കിടയിൽ ആ മരം ഈ മര ആ മരം ഈ മര എന്ന് പറയുമ്പോൾ നിനക്കെന്ത് ചെയ്യാം? രാമമന്ത്രം നിന്നിലേക്ക് ആവാഹിക്കപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ രത്നാകരൻ ആ മരച്ചുവട്ടിലിരുന്നുകൊണ്ട് രാമ 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 രാ പറഞ്ഞു വരും രാമമന്ത്രമായി മാറി. ആ രാമമന്ത്രത്തിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏകാഗ്രതയാണ് നമ്മളെ അതിലേക്ക് മുക്തമാക്കുന്നതും അതിലേക്ക് നമ്മെ നയിക്കുന്നതും ശക്തമായൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്നതും. അപ്പോൾ ഈ ഒരു രാമമന്ത്രം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ രത്നാകരൻ എന്ന് പറയുന്ന ആ കാട്ടാളൻ്റെ മനസ്സിൽ രാമമന്ത്രം എന്താണെന്നോ ശ്രീരാമൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. പക്ഷേ രാമമന്ത്രത്തിൻ്റെ മനുമാർ പറഞ്ഞു കൊടുത്ത രാമമന്ത്രത്തിൻ്റെ പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി രത്നാകരൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. രത്നാകരൻ ഏകാന്ത ചിത്തനായി ഈ രാമമന്ത്രം മാത്രം മനസ്സിൽ കരുതി മറ്റൊന്ന് ചിന്തകളുമില്ലാതെ രാമമന്ത്രം മാത്രം മുഴക്കിക്കൊണ്ടേയിരുന്നു. ഈ രാമമന്ത്രത്തിൻ്റെ ശക്തിയാൽ ചിതൽപുറ്റ് അദ്ദേഹത്തെ വന്ന് മൂടിയിട്ട് പോലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. മഹർഷിമാർ യാത്രയായി വളരെ കാലങ്ങൾക്ക് ശേഷം മഹർഷിമാർ തിരികെ വരുന്ന സമയത്ത് ഈ രത്നാകരനെ അവർ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ രത്നാകരനെ കാണുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അവർ വരുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ചിതൽപുറ്റ് മാത്രം ഒരു രൂപത്തിൽ ഇങ്ങനെ വളർന്നിരിക്കുന്നുണ്ട്. ശരി, അപ്പോൾ മുനിമാർ ആലോചിക്കുന്നു, ഇതെന്തായിരിക്കാം ഈ ചിതൽപുറ്റ് ഇവിടെ ഇത്രയും രൂപത്തിൽ ഇങ്ങനെ തന്നെ വളർന്നിരിക്കുന്നത്? അപ്പോൾ നോക്കുമ്പോൾ മൂക്കിൻ്റെ ശ്വാസദ്വാരത്തിൻ്റെ അവിടെ മാത്രം ചെറിയൊരു ദ്വാരമുണ്ട്, ബാക്കി എല്ലായിടവും ചിതലുകൊണ്ട് പൂർണ്ണമായും മൂടിയിരിക്കുകയാണ്. അപ്പോൾ സപ്തർഷികൾക്ക് മനസ്സിലായി, നമ്മൾ പണ്ട് ഇവിടെ ഒരു കാട്ടാളെ നമ്മൾ ആക്രമിക്കാൻ വന്നിരുന്നല്ലോ, അദ്ദേഹമായിരിക്കാം എന്നുള്ള ചിന്തയിൽ ആ ചിതൽപുറ്റിനെ എന്ത് ചെയ്തു? തട്ടിമാറ്റിയപ്പോൾ നമ്മുടെ രത്നാകരൻ അതിൽ നിന്നും രൂപം കൊണ്ടു, പുതിയൊരു മനുഷ്യനായി രൂപം കൊണ്ടു. ആ മനുഷ്യൻ
രൂപം കൊണ്ട സപ്തർഷികളെ താണു വീണ് തൊഴുതു പറഞ്ഞു, ഞാൻ എൻ്റെ പഴയ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു, ഞാനൊരു പുതിയ വ്യക്തിയായി മാറാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ നാമമന്ത്രം ജപിച്ചിരുന്നത് എന്ന് പറഞ്ഞു. സപ്തർഷികൾ പറഞ്ഞു, ശരി രത്നാകര, നീ ഇന്ന് വാൽമീകത്തിൽ നിന്നും ചിതൽപുറ്റിൽ നിന്നും പുറത്തു വന്നു എന്നുള്ള അർത്ഥത്തിൽ ഇന്നു മുതൽ വാൽമീകി എന്ന പേരിൽ അറിയപ്പെടും. ആ വാൽമീകിയാണ് രാമായണം വിരചിച്ചത്. എങ്ങനെയാണ് വാൽമീകി രാമായണം രചിക്കാനിടയായ സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഈ വാൽമീകി ഉണ്ടായിരുന്ന സമയത്ത് വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ നാരദ മഹർഷി അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ വാൽമീകി മഹർഷി ശിഷ്യന്മാർക്ക് കൃഷ്ണകഥകൾ രാമകഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയത്ത് നാരദമുനി അവിടെ വരികയും നാരദമുനി വന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണ്, നിങ്ങളീ പറയുന്ന കഥകളെല്ലാം കൃഷ്ണകഥകളെല്ലാം ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയായി മാറിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണം ഉടനെ ലഭിക്കുമെന്ന് പറയുന്നു. ഇതവസരത്തിലാണ് ഒരു ദിവസം തമസാ നദീ തീരത്ത് നമ്മുടെ വാൽമീകി മഹർഷി സ്നാനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് 2 ക്രൗഞ്ചപക്ഷികൾ മരക്കൊമ്പിലിരിക്കുകയും വളരെ കാമോഹിതരായിരിക്കുന്ന ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ അമ്പെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. പക്ഷേ മുമ്പ് താൻ കാട്ടാളനായിരുന്നുള്ള ചിന്തയൊന്നും ആർക്ക് പോയില്ല, വാൽമീകി മഹർഷിക്ക് ചിന്തയിലുണ്ടായില്ല. വാൽമീകി മഹർഷി തൻ്റെ ഇപ്പോൾ സന്യാസിയാണ് അല്ലെങ്കിൽ മഹർഷിയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാൽമീകി മഹർഷി എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ശപിക്കുകയാണ്. ഈ ശാപവാക്കുകളെന്ന് പറയുന്നത് വെറും ഗദ്യങ്ങളായിട്ടല്ല വരുന്നത്, ശ്ലോകമുഖേനയാണ് വരുന്നത്, ശ്ലോകമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മാനുഷാദ എന്ന് പറയുന്ന ആ വരി, അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ വരി പറയുമ്പോൾ പറഞ്ഞു തീർന്നതിന് ശേഷമാണ് മഹർഷി ചിന്തിക്കുന്നത്, ഒരു തപോധനനായ ഞാൻ അല്ലെങ്കിൽ മഹർഷിയായ ഞാൻ ഇങ്ങനെ ഇത്രത്തോളം കോപാകുലനായി സംസാരിക്കേണ്ട ആളല്ല. പക്ഷേ എന്തുകൊണ്ടോ എന്നിൽ നിന്നും വന്ന വാക്കുകൾ ഇങ്ങനെയായിപ്പോയി. അതിൽ അദ്ദേഹത്തിന് വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ പറഞ്ഞത് ഒരു ശാപമാണെങ്കിലും അതൊരു കവിതയായി അല്ലെങ്കിൽ ശ്ലോകമായാണ് പുറത്തോട്ട് വന്നത്. അതിനെയാണ് നമ്മൾ ആദി കാവ്യം അല്ലെങ്കിൽ ആദ്യ ശ്ലോകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 വരി, മാനുഷാദ എന്ന് തുടങ്ങുന്ന 4 വരി, അത് തന്നെയാണ് ആദ്യത്തെ ശ്ലോകമായി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ അവസരത്തിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ പറയുന്നു, അല്ലയോ ദേവർഷേ അല്ലെങ്കിൽ അല്ലയോ മഹർഷേ, നിങ്ങളല്ല ഇത് പറഞ്ഞത്, ഇത് ഞാനിത് പറയണമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അത് നിങ്ങളിലൂടെ ഇത് പുറത്തേക്ക് വന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഈ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ട ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ശ്രീരാമദേവൻ്റെ ചരിതങ്ങളെല്ലാം, ലീലകൾ, ജനനം മുതൽ ശ്രീരാമദേവൻ്റെ യുദ്ധം അവസാനം വരെയുള്ള കാര്യങ്ങൾ, സുധാമത്തിലേക്കുള്ള മടക്കയാത്ര വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ രാമായണമായി ഒരു കാവ്യമായി വിരചിക്കണമെന്നും ആ കാവ്യം ലോകപ്രശസ്തമായി മാറുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതിനെനിക്ക് എല്ലാ കാര്യങ്ങളും മഹർഷി പറയുന്ന എല്ലാ കാര്യങ്ങളും ബ്രഹ്മദേവനോട് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ഒരു മഹാകാവ്യം അല്ലെങ്കിൽ അങ്ങനെ ഞാനൊന്ന് രചിക്കുക എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ബ്രഹ്മദേവൻ മഹർഷിയോട് പറയുന്നുണ്ട്, വാൽമീകിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്നാനം കഴിഞ്ഞ് ധ്യാനത്തിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് ആ കഥയെല്ലാം ലഭ്യമാകുമെന്ന് പറയുന്നു. അങ്ങനെ തമസാ നദിയുടെ നിന്നും സ്നാനം കർമ്മം നടത്തിയ ശേഷം വാൽമീകി ധ്യാനനിരതനായിത്തീരുന്നു. ധ്യാനനിരതനായിത്തീരുന്ന വാൽമീകി മഹർഷിയുടെ മനോമണ്ഡലത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ജന്മം മുതൽ സുധാമത്തിലേക്കുള്ള മടക്കയാത്ര വരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ചിത്രം പോലെ തെളിഞ്ഞു വരുന്നു. ആ കാവ്യമാണ് പ്രസിദ്ധമായ രാമായണമായി മാറിയത്. രാമൻ്റെ ചരിതം തുടക്കം മുതൽ അവസാനം വരെ എഴുതുന്നതിന് മുനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാം എഴുതി തീർന്ന ശേഷം മുനി ഞാൻ ഇത് ആരെക്കൊണ്ട് പുറം ലോകത്തെ അറിയിപ്പിക്കും, എങ്ങനെ എല്ലായിടവും പ്രചരിപ്പിക്കും എന്നുള്ള ശങ്കയിൽ ഇരിക്കുമ്പോഴാണ് മഹർഷിയുടെ അവിടെ 2 പാട്ടുപാടി 2 കുട്ടികൾ കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, ലവനും കുശനുമാണ്. അപ്പോൾ ഇവരെ കൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ചരിതങ്ങൾ അറിയിക്കാം അല്ലെങ്കിൽ പുറം ലോകത്ത് പറയിപ്പിക്കാം എന്ന് മഹർഷി തീരുമാനിക്കുന്നു. അങ്ങനെ ലവകുശന്മാരാണ് ശ്രീരാമായണം, ആധ്യാത്മരാമായണം എന്ത് ചെയ്യുന്നത്, വാൽമീകി രാമായണം പുറം ലോകത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതിന് നിമിത്തമായി തീരുമ്പോൾ
ലവനും കുശനും ശ്രീരാമൻ്റെ മക്കളാണ്. ഈ ശ്രീരാമൻ്റെ മക്കൾ ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ സീത ജന്മം നൽകുന്ന കുട്ടികളാണ്. ഇവരാണ് വാൽമീകി രാമായണം ഈ ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്യുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ചിന്തകളെയും ഉദ്ദീപിക്കുന്ന ഒരുപാട് തത്വങ്ങളടങ്ങിയ ഒരു ഇതിഹാസ കാവ്യമാണ് രാമായണം. ആ രാമായണത്തിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഈ ഒന്നാമത്തെ ഭാഗത്തിൽ രാമായണത്തിൻ്റെ ആ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുന്നു. ഏവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതാ സ്വഭാവേത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി.